നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെയും ഗോവർദ്ധന്റെയും ജാമ്യ ഹർജികൾ അവധിക്കാലത്തിന് ശേഷം പരിഗണിക്കുവാൻ ഹൈക്കോടതി മാറ്റിയിരിക്കുകയാണ്. മണ്ഡലകാലം കഴിയട്ടെ എന്നാണ് കോടതി അഭിപ്രായപ്പെട്ടത്. ജനുവരി 6-ാം തീയതിയാകും കോടതി ഇനി ഹർജി പരിഗണിക്കുക. കേസിന്റെ അന്വേഷണം മന്ദഗതിയിലാണ് എന്നാണല്ലോ വാർത്തകളെന്നും കോടതി ആരാഞ്ഞു. ഒരു പരിധിക്കപ്പുറം പോകുന്നില്ല എന്നൊക്കെയാണ് കേൾക്കുന്നതെന്നും കോടതി വാക്കാൽ തന്നെ പരാമർശിച്ചു. അന്വേഷണം മന്ദഗതിയിലാകുമ്പോൾ എങ്ങനെ ജാമ്യം നൽകാനാകുമെന്നാണ് കോടതി ചോദിച്ചത്. വമ്പൻ സ്രാവുകളിലേക്കൊന്നും കാര്യങ്ങൾ പോകുന്നില്ല എന്ന് കേൾക്കുന്നുണ്ട് എന്നും കോടതി പറഞ്ഞു. കേസിൽ പ്രതികളായ പലരും മാനസികമായും ശാരീരികമായും കനത്ത സമ്മർദ്ദത്തിലാണെന്ന ആശങ്ക ശക്തമാണ്. ജയിലിൽ കഴിയുന്ന ചിലർ ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുറത്തുള്ളവർ പോലും അന്വേഷണം കടുത്തതോടെ ഉത്കണ്ഠയിലാണ്. വിജയകുമാറിന്റെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം ഉണ്ടായപ്പോൾ ഹൈക്കോടതി ചൂണ്ടിയിട്ട ശങ്കർദാസ് എവിടെയാണെന്ന ചോദ്യം ശക്തമാണ്. DIGയുടെ അച്ഛനായതിനാൽ ശങ്കർദാസിന് പ്രത്യേക പരിരക്ഷ ലഭിക്കുന്നുണ്ടെന്ന ആരോപണം ഉയർന്നെങ്കിലും അന്വേഷണം സംഘം ഇതുവരെ ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി ഒന്നും തന്നെ വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ കേസ് പിടിമുറുക്കുകയും അറസ്റ്റ് അനിവാര്യമായേക്കുമെന്ന സൂചനകൾ ശക്തമായതോടെ ശങ്കർദാസിന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ രൂക്ഷമായി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. സ്ട്രോക്ക് റിപ്പോർട്ട് ചെയ്തതോടെ ആരോഗ്യനില ആശങ്കാജനകമായി. ഇതൊരു നാടകമോ എന്ന സംശയവും ചില വൃത്തങ്ങളിൽ നിന്ന് ഉയർന്നുണ്ട്. പക്ഷേ വർഷങ്ങളായി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തിയാണെന്നതും മെഡിക്കൽ രേഖകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായാലും കേസിൽ അന്വേഷണം നിർണായക ഘട്ടത്തിലാണ്. നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ അവസരമില്ലെന്ന തിരിച്ചറിവാണ് പലരെയും ഭീതിയിലാഴ്ത്തിയിരിക്കുന്നത്. മുന്നിലുള്ള ദിവസങ്ങൾ കേസിന് നിർണായകമാകുമെന്നാണ് സൂചന. പ്രതിയായ മുൻ ദേവസ്വം ബോർഡ് അംഗം വിജയകുമാർ കടുത്ത സമ്മർദ്ദത്തിലാണ്. കേസ് ശക്തമായ ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിനിടെ പൊതുജനങ്ങളിൽ നിന്നുള്ള വിമർശനങ്ങളും അപമാനകരമായ പരാമർശങ്ങളും കാരണം കുടുംബം മാനസികമായി തളർന്നിരിക്കുകയാണ്. വീട്ടിലെത്താൻ പോലും ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഉണ്ടായതിനെ തുടർന്ന് ബന്ധുവീട്ടിലായിരുന്നു വിജയകുമാറിന്റെ താമസം. മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതിന് പിന്നാലെ സുഹൃത്തിന്റെ വീട്ടിലേക്കാണ് വിജയകുമാർ മാറിയത്. പാർട്ടിയുടെയോ സർക്കാരിന്റെയോ ഇടപെടലിൽ അറസ്റ്റ് ഒഴിവാക്കാൻ സാധ്യതയില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് അദ്ദേഹം സ്വമേധയാ SIT ഓഫീസിൽ ഹാജരായത്. ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങൾക്ക് ശേഷം വിജയകുമാറിന്റെയും ബന്ധുക്കളുടെയും വീടുകളിൽ പരിശോധനയും SIT നടത്തി. ഇതോടെ കേസ് ഔദ്യോഗികമായി കൂടുതൽ കടുത്ത ഘട്ടത്തിലേക്കാണ് നീങ്ങിയത്. ആരോപണങ്ങളും അന്വേഷണവും മൂലം ശക്തമായ മാനസിക സമ്മർദ്ദത്തിലാണ് വിജയകുമാർ എന്നും അടുത്ത സുഹൃത്തുക്കൾ വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തോടെയാണ് അദ്ദേഹം കീഴടങ്ങിയത്. വിജയകുമാറിനെ കോടതി 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ കടുത്ത വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും രംഗത്ത് വരുന്നുണ്ട്. ഇത്രയും ഗൗരവമായ കാര്യങ്ങൾ മന്ത്രി അറിയാതെ ശബരിമലയിൽ സംഭവിക്കില്ലെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മാത്രം വിചാരിച്ചാൽ ഇത്രയും വലിയ അഴിമതി നടത്താൻ കഴിയില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് മന്ത്രിക്ക് അറിവില്ലെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഭരണകൂടത്തിന്റെ സഹായമില്ലാതെ ഇത്രയും വലിയ ക്രമക്കേട് നടക്കില്ല. സംഭവത്തിൽ അന്താരാഷ്ട്ര ബന്ധങ്ങൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ CBI അന്വേഷണം അനിവാര്യമാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള CBI അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷം ആദ്യം മുതൽക്കേ ആവശ്യപ്പെടുന്നത്. കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനത്തിന് നിലവിൽ പരാതിയില്ലെങ്കിലും കേസിലെ വമ്പൻ സ്രാവുകളെ പിടികൂടുവാൻ കേന്ദ്ര ഏജൻസി തന്നെ വരണം. പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ ഓരോന്നായി ശരിയാണെന്ന് തെളിയുകയാണ്. വിശ്വാസികളെ വഞ്ചിച്ചവർക്ക് അയ്യപ്പന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാനാകില്ലെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്നതുവരെ ശക്തമായ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്നാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നത്.